ഒരു 16 വയസ്സുകാരൻ്റെ ചെറിയൊരു തോന്നലാണ് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഷ്യൻ ക്ലീനിംഗ് പ്രൊജക്റ്റിന് തുടക്കമിട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മുടെ കടലുകളിൽ നിന്നും പുഴകളിൽ നിന്നും 4.5 കോടി കിലോഗ്രാമിലധികം പ്ലാസ്റ്റിക് നീക്കം ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 9,000 ആനകളുടെ ആകെ ഭാരത്തിന് തുല്യം. ഹവായിക്കും കാലിഫോർണിയയ്ക്കും ഇടയിൽ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്നൊരു സ്ഥലമുണ്ട്. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മേഖലയ്ക്ക് ഫ്രാൻസിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുണ്ടാകും. ഏകദേശം 1.8 ട്രില്യൺ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ അവിടെ ഒഴുകി നടക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. ഇതിൻ്റെ ആകെ ഭാരം 79,000 മുതൽ 1,00,000 ടൺ വരെ വരും. ഇതിന് കോടിക്കണക്കിന് ഡോളർ ചിലവാകുമെന്നും സാധാരണ രീതിയിൽ വൃത്തിയാക്കാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരുമെന്നും പറഞ്ഞ് ദശകങ്ങളായി വിദഗ്ധർ ഇതിന് ഗൗരവം കൊടുക്കാതെ ഒഴിവാക്കിയതായിരുന്നു. എന്നാൽ ബോയൻ സ്ലാറ്റ് എന്ന 16 വയസ്സുകാരനായ ഡച്ച് കൗമാരക്കാരൻ അവരെയെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ തീരുമാനിച്ചു. ഒരു കൗമാരക്കാരൻ പയ്യൻ സമുദ്രത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച സിനിമയെ വെല്ലുന്ന യഥാർത്ഥ കഥയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. 2011 ഗ്രീസിൽ 16 വയസ്സുകാരനായ സ്ലാറ്റ് സ്കൂബ ഡൈവിങ്ങിന് പോയതായിരുന്നു. കടലിനടിയിലെ ജീവജാലങ്ങളെ കാണാമെന്ന് കരുതിയ സ്ലാറ്റിന് അവിടെ മീനുകളേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കുകളാണ് കാണാൻ കഴിഞ്ഞത്. മിക്ക കൗമാരക്കാരും അവിടെ നിന്ന് തിരികെ വന്ന് വേസ്റ്റിനെ കുറിച്ച് പരാതി പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ അത് മറന്നേനെ. എന്നാൽ സ്ലാറ്റ് ചെറുതായെന്ന് മാറി ചിന്തിച്ചു. അവൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ചോദ്യം അവൻ സ്വയം ചോദിച്ചു: നമുക്കെന്തുകൊണ്ട് ഇത് വൃത്തിയാക്കിക്കൂടാ? ആ ചോദ്യം അവൻ്റെ ഹൈസ്കൂൾ സയൻസ് പ്രൊജക്റ്റായി മാറി. കടൽ വൃത്തിയാക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് വിദഗ്ധർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അവൻ ഗവേഷണം ചെയ്തു. ഇതിൻ്റെ സാമ്പത്തിക വശങ്ങളും മറ്റും അവൻ പഠിച്ചു. അപ്പോഴാണ് അവന് ഒരു ഐഡിയ തോന്നിയത്. കപ്പലുകളും വലകളും ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ പ്ലാസ്റ്റിക് തേടി പോകുന്നതിന് പകരം കടലിലെ തരംഗങ്ങൾ അഥവാ ഓഷ്യൻ കറൻസ് തന്നെ ആ ജോലി ചെയ്താൽ എങ്ങനെയുണ്ടാകും? കടലിനടിയിലൂടെ കിലോമീറ്ററുകളോളം ഒരേ ദിശയിൽ വെള്ളം ഒഴുകുന്ന പ്രതിഭാസത്തെയാണ് ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത്. കടലിൽ തടസ്സങ്ങൾ അഥവാ ബാരിയേഴ്സ് വെച്ചാൽ ഈ ഓഷ്യൻ കറൻസ് തന്നെ പ്ലാസ്റ്റിക് ഒരു സ്ഥലത്ത് എത്തിക്കുമെന്നതായിരുന്നു അവൻ്റെ ആശയം. അങ്ങനെ നെതർലാൻഡ്സിലെ ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ സ്ലാറ്റ് എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് ചേർന്നു. 2012 തൻ്റെ മെറൈൻ ലിറ്റർ എക്സ്ട്രാക്ഷൻ ഡിസൈനിന് മികച്ച ടെക്നിക്കൽ ഡിസൈൻ അവാർഡ് അവൻ നേടി. 2012 ഒക്ടോബറിൽ 18 വയസ്സുള്ള സ്ലാറ്റ് ടെഡ്എക്സ് ഡെൽഫ്റ്റിൻ്റെ വേദിയിൽ ഹൗ ദി ഓഷ്യൻസ് ക്യാൻ ക്ലീൻ ദംസെൽവ്സ് എന്ന വിഷയത്തിൽ 11 മിനിറ്റ് നീണ്ട ഒരു പ്രസൻറ്റേഷൻ നൽകി. മാസങ്ങളോളം ആ വീഡിയോ അധികമാരും ശ്രദ്ധിക്കാതെ കിടന്നു. 2013 ഫെബ്രുവരിയിൽ ചില വാർത്താ സൈറ്റുകൾ ഇത് കണ്ടെത്തുകയും വീഡിയോ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. ദിവസങ്ങൾക്കുള്ളിൽ സംഭാവനകൾ വരാൻ തുടങ്ങി. പഠനം പൂർത്തിയാക്കണോ അതോ കടലിനെ സംരക്ഷിക്കാൻ പഠനം ഉപേക്ഷിക്കണോ എന്ന തീരുമാനത്തിലേക്ക് ഇത് സ്ലാറ്റിനെ എത്തിച്ചു. അവൻ കടലിനെ തിരഞ്ഞെടുത്തു. അവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും 300 യൂറോയുടെ പോക്കറ്റ് മണി മാത്രമായിരുന്നു. പക്ഷേ വീഡിയോ ഹിറ്റായതോടെ ദിവസങ്ങൾക്കുള്ളിൽ $90,000 സംഭാവനയായി ലഭിച്ചു. 2013 ഒക്ടോബറോടെ ആ ടെഡ്എക്സ് വീഡിയോ 10 ലക്ഷം വ്യൂസ് കടന്നു. അങ്ങനെ ദി ഓഷ്യൻ ക്ലീനപ്പ് എന്ന സംഘടന ഔദ്യോഗികമായി രൂപം കൊണ്ടു. ലോകത്തോട് ഫണ്ട് ചോദിക്കുന്നതിന് മുൻപ് ഈ ഐഡിയ നടക്കുമെന്ന് തെളിയിക്കാൻ സംഘടന ആഗ്രഹിച്ചിരുന്നു. 2014 ജൂൺ 3-ന് 70ഓളം ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ചേർന്ന് തയ്യാറാക്കിയ 528 പേജുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു. അന്നേ ദിവസം തന്നെ ഒരു ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിനും ആരംഭിച്ചു. ലഭിച്ച പ്രതികരണം പ്രതീക്ഷിച്ചതിലധികം വലുതായിരുന്നു. 100 ദിവസത്തിനുള്ളിൽ 160 രാജ്യങ്ങളിൽ നിന്നായി 38,000-ഓളം പേർ പണം നൽകി. 2014 സെപ്റ്റംബർ 15ഓടെ $21,54,282 ശേഖരിച്ചു. അക്കാലത്തെ ഏറ്റവും വലിയ നോൺ പ്രോഫിറ്റ് ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിനായി ഇത് മാറി. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൻ്റെ പകുതി ഭാഗം വൃത്തിയാക്കുമെന്ന് സ്ലാറ്റ് ഉറപ്പു നൽകി. യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നതായിരുന്നു അടുത്ത ഘട്ടം. അങ്ങനെ അവർ 2015 ഓഗസ്റ്റിൽ 30 കപ്പലുകളുമായി ഒരു മെഗാ എക്സ്പെഡിഷൻ നടത്തി. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ശാസ്ത്രജ്ഞർ ശേഖരിച്ചതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഇവർ കടലിലെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ശേഖരിച്ചു. തങ്ങൾ നേരിടുന്നത് എന്തിനെയാണെന്ന് ആ ടീം കൃത്യമായി മനസ്സിലാക്കി. 2016 ജൂണിൽ
ഡച്ച് തീരത്ത് 100 മീറ്റർ നീളമുള്ള ആദ്യത്തെ പ്രോട്ടോടൈപ്പ് അവർ പരീക്ഷിച്ചു. എന്നാൽ ഉടൻ തന്നെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. അതിനു മുൻപായി യുദ്ധമൊക്കെ കാരണം സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ് മാർക്കറ്റ് വോൾഫ്. ഒരു സെബി രജിസ്റ്റേർഡ് ആപ്പാണിത്. ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. കൂടാതെ എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം കിട്ടും എന്ന് പറഞ്ഞു തരാൻ ഒരു എക്സ്പേർട്ട് ടീം തന്നെ ഇവിടെയുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ ഇതാ ഇവിടെ ലോഗിൻ ചെയ്തു. ഞാൻ നേരെ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇത് പ്രോഫിറ്റബിൾ ട്രെൻഡ് നമുക്ക് കാണിച്ചു തരും. വെറും ഒറ്റ ക്ലിക്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. മറ്റ് ആപ്പുകളെ അപേക്ഷിച്ച് 1/3 പണം കൊണ്ട് നമുക്കിതിൽ ട്രേഡിംഗ് തുടങ്ങാം. ഇതിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഫീച്ചറുണ്ട്. അതിനാൽ തന്നെ നഷ്ടം ഒരു പരിധി കഴിഞ്ഞാൽ ട്രേഡ് തനിയെ നിൽക്കും. ഇവരുടെ ബ്രോക്കറേജ് ചാർജും വളരെ കുറവാണ്. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ട്രേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് 1306 രൂപയാണ് പ്രോഫിറ്റ് ലഭിച്ചത്. വെറും 99 രൂപയുടെ ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. രാവിലെ 9 മണി മുതൽ രാത്രി 12 വരെ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം. ആളുകൾ ഒരു ദിവസം 11,850 രൂപ വരെയും ഒരു മാസത്തിൽ 70,468 രൂപ വരെയും ഒരു വർഷത്തിൽ 5,03,940 രൂപ വരെയും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലാഭത്തിന് ഇവർ ഒരു കമ്മീഷനും എടുക്കുന്നില്ല. മാർക്കറ്റ് വോൾഫ് ഇതിനോടകം തന്നെ 20 ലക്ഷത്തിലധികം പേർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എന്നാൽ ഉടൻ തന്നെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. എയർ ചേമ്പറുകളിൽ ചോർച്ചയുണ്ടാവുകയും മോറിംഗ് കണക്ഷനുകൾ തകരുകയും ചെയ്തിരുന്നു. എല്ലാവരും വിചാരിച്ചതിനേക്കാൾ കൂടുതൽ എഞ്ചിനീയറിംഗ് ഇതിന് വേണമെന്ന് അന്നവർക്ക് മനസ്സിലായി. 2017 മെയ് 11 ഒരു വലിയ മാറ്റം അവർ പ്രഖ്യാപിച്ചു. കടലിൻ്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചു നിർത്തുന്ന 100 കിലോമീറ്റർ നീളമുള്ള ബാരിയറുകൾ എന്ന ആദ്യത്തെ ഐഡിയ അവർ ഉപേക്ഷിച്ചു. പകരം 2 കിലോമീറ്റർ നീളമുള്ള ഒഴുകി നടക്കാവുന്ന ബാരിയറുകൾ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. 2018 സെപ്റ്റംബർ 8 സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് സിസ്റ്റം 001 പുറത്തിറക്കി. കാസ്റ്റവേ എന്ന സിനിമയിലെ വോളിബോളിൻ്റെ പേരായ വിൽസൺ എന്നാണ് ഇതിന് പേരിട്ടത്. 600 മീറ്റർ നീളമുള്ള ഈ ബാരിയറിൽ 3 മീറ്റർ താഴ്ചയുള്ള ഒരു സ്കേർട്ട് ഉണ്ടായിരുന്നു. GPS, ക്യാമറ, സാറ്റലൈറ്റ് സംവിധാനം എന്നിവയും ഇതിലുണ്ടായിരുന്നു. ഒക്ടോബറിൽ ഇത് ഗാർബേജ് പാച്ചിലെത്തി. ലോകം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ എല്ലാം പാളിപ്പോയി. പ്ലാസ്റ്റിക്കിൻ്റെ വേഗതയ്ക്കൊപ്പം നീങ്ങാൻ സിസ്റ്റത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ ശേഖരിച്ച പ്ലാസ്റ്റിക് പുറത്തേക്ക് തന്നെ ഒഴുകിപ്പോയി. അതിൻ്റെ ഫിസിക്സ് വിചാരിച്ച രീതിയിൽ പ്രവർത്തിച്ചില്ല. 4 മാസത്തിനുള്ളിൽ വെറും 2000 കിലോ പ്ലാസ്റ്റിക് മാത്രമാണ് അതിന് ശേഖരിക്കാനായത്. വിൽസനെ പൊക്കിപ്പറഞ്ഞ മാധ്യമങ്ങൾ ഈ ഐഡിയ തന്നെ പരാജയമാണെന്ന് എഴുതി തുടങ്ങി. 2018 നടത്തിയ ഒരു സർവേ പ്രകാരം 15 ഓഷ്യൻ പ്ലാസ്റ്റിക് എക്സ്പേർട്ടിൽ ഒരാൾ പോലും ഈ സംഘടനയെ പൂർണ്ണമായി പിന്തുണച്ചിരുന്നില്ലത്രേ. 25% പേർ ഇതൊരു മോശം ഐഡിയ ആണെന്ന് പറഞ്ഞു. ഇതിനുശേഷം നടന്ന കാര്യങ്ങളാണ് ഈ സംഘടന വിജയിച്ചു എന്ന് തെളിയിക്കുന്നത്. ഈ പരാജയത്തെ പഠിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് സ്ലാറ്റ് കണ്ടത്. വേഗതയിലെ പ്രശ്നം പരിഹരിക്കാൻ ടീം വീണ്ടും പ്ലാനുകൾ മാറ്റിവരച്ചു. പ്ലാസ്റ്റിക് അകത്തേക്ക് വരാനും അവിടെ തന്നെ നിൽക്കാനും വേണ്ടി സിസ്റ്റം പ്ലാസ്റ്റിക്കിനേക്കാൾ വേഗത കുറഞ്ഞ് നീങ്ങണമായിരുന്നു. 160 മീറ്റർ നീളമുള്ള സിസ്റ്റം 001-B അവർ നിർമ്മിച്ചു. 2019 ഒക്ടോബർ 2 ചരിത്രത്തിലാദ്യമായി ഗാർബേജ് പാച്ചിൽ നിന്ന് പ്ലാസ്റ്റിക്, മൈക്രോ പ്ലാസ്റ്റിക് ഉൾപ്പെടെ വിജയകരമായി ശേഖരിച്ചുവെന്ന് അവർ പ്രഖ്യാപിച്ചു. ആ ടെക്നോളജി ഒടുവിൽ വിജയിച്ചു. അതേ മാസം തന്നെ സ്ലാറ്റ് പുതിയൊരു പദ്ധതി കൂടി അവതരിപ്പിച്ചിരുന്നു. ലോകത്തെ ആകെ നദികളിലെ വെറും 1% മാത്രം വരുന്ന 1000-ഓളം നദികളാണ് പ്ലാസ്റ്റിക്കിൻ്റെ 80% കാരണമാകുന്നത് എന്ന ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 2019 ഒക്ടോബർ 26 റോട്ടർഡാമിൽ വെച്ച് ഇൻ്റർസെപ്റ്റർ എന്ന സംവിധാനം അവതരിപ്പിച്ചു. പ്ലാസ്റ്റിക് കടലിൽ എത്തുന്നതിന് മുൻപ് നദികളിൽ വെച്ച് തന്നെ തടയുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഒരു ബാരിയർ ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിനെ ഇൻ്റർസെപ്റ്ററിലേക്ക് തിരിച്ചുവിടുകയും ഇതിനകത്തുള്ള കൺവെയർ ബെൽറ്റ് പ്ലാസ്റ്റിക്കിനെ 6 ഡംപ്സ്റ്ററുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഈ ഡംപ്സ്റ്ററുകൾ നിറഞ്ഞാൽ ഓപ്പറേറ്റർമാർക്ക് മെസ്സേജ് പോകും. ഇത് സോളാർ പവർ ഉപയോഗിച്ച് 24 മണിക്കൂറും തനിയെ പ്രവർത്തിക്കുന്നതായിരുന്നു. ഒരു ഇൻ്റർസെപ്റ്ററിന് ഒരു ദിവസം 50,000 മുതൽ 100,000 കിലോ വരെ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ കഴിയും. വിവിധ നദികൾക്കായി പലതരം ഇൻ്റർസെപ്റ്ററുകൾ അവർ നിർമ്മിച്ചു. 2021 ഓഗസ്റ്റിൽ സിസ്റ്റം 002 അല്ലെങ്കിൽ ജെന്നി എന്ന പുതിയ സിസ്റ്റം വന്നു. 2 കപ്പലുകൾ ഉപയോഗിച്ച് ഇത് വലിച്ചു കൊണ്ടുപോകുന്ന രീതിയായിരുന്നു ഇതിൽ. ഒരു പരീക്ഷണത്തിൽ തന്നെ 28,659 കിലോ പ്ലാസ്റ്റിക് ഇത് ശേഖരിച്ചു. 2021 ഒക്ടോബറിൽ മിസ്റ്റർ ബീസ്റ്റും മാർക്ക് റോബറും ചേർന്ന്
ടീം സീസ് ക്യാമ്പയിൻ വഴി $30 മില്യൺ സമാഹരിച്ചിരുന്നു. ഇതിൻ്റെ പകുതിയും ഓഷ്യൻ ക്ലീനപ്പിനാണ് ലഭിച്ചത്. അതിനുശേഷം കണക്കുകൾ വേഗത്തിൽ ഉയർന്നു. 2022 തുടക്കത്തിൽ പ്ലാസ്റ്റിക് ശേഖരണം 10 ലക്ഷം കിലോ കടന്നു. 2023 ഫെബ്രുവരിയിൽ എയർബിഎൻബി കോഫൗണ്ടർ ജോ ഗബിയ $25 മില്യൺ സംഭാവന നൽകി. 2023 മെയ് മാസത്തിൽ സിസ്റ്റം 03 എന്ന വലിയ സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ചു. 2024 ഒരു അത്ഭുത വർഷമായിരുന്നു. 2024 ഏപ്രിലിൽ ആകെ നീക്കം ചെയ്ത പ്ലാസ്റ്റിക് 1 കോടി കിലോ കടന്നു. ഗ്വാട്ടിമാലയിലെ ഒരു ഇന്റർസെപ്റ്റർ ഒറ്റ രാത്രി കൊണ്ട് 14 ലക്ഷം കിലോ പ്ലാസ്റ്റിക് പിടിച്ചെടുത്തു. ഇത് 200 ആനകളുടെ ഭാരത്തിന് തുല്യമാണ്. 2024 അവസാനത്തോടെ ആകെ ശേഖരിച്ച പ്ലാസ്റ്റിക് 2 കോടി കിലോയായി മാറി. ശേഖരിക്കുന്ന ഓരോ പ്ലാസ്റ്റിക്കും എവിടെ നിന്ന് എപ്പോൾ കിട്ടിയെന്നതിന് കൃത്യമായ രേഖകളുണ്ട്. ഇവ തരംതിരിച്ച് കഴുകി പ്രോസസ് ചെയ്ത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. 2020 ഒക്ടോബറിൽ ഗാർബേജ് പാച്ചിലെ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച സൺഗ്ലാസുകൾ അവർ പുറത്തിറക്കി. കിയ മോട്ടോഴ്സുമായി ചേർന്ന് കാറുകളുടെ ഡ്രഗ് ലൈനറുകൾ നിർമ്മിക്കാനും കോൾഡ് പ്ലേ എന്ന മ്യൂസിക് ബ്രാൻഡിൻ്റെ വിനൈൽ റെക്കോർഡുകൾ നിർമ്മിക്കാനും ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിരുന്നു. എല്ലാവരും ഈ രീതിയെ അനുകൂലിക്കുന്നില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദനം നിർത്താതെ വൃത്തിയാക്കിയിട്ട് കാര്യമില്ലെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. ബാത്ത് ടബ് നിറഞ്ഞു കവിയുമ്പോൾ വെള്ളം കോരിക്കളയുന്നതിന് മുൻപ് ടാപ്പാണ് അടയ്ക്കേണ്ടത് എന്നാണ് ഡോക്ടർ മെലാനി ബെർഗ്മാൻ പറഞ്ഞത്. സമുദ്രത്തിലെ ചെറിയ ജീവജാലങ്ങൾക്കും ഇത് ദോഷകരമാകുമെന്ന് ചിലർ ഭയപ്പെട്ടിരുന്നു. എങ്കിലും മീനുകളെ സംരക്ഷിക്കാനും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ക്യാമറകളും അവർ സിസ്റ്റത്തിൽ വെച്ചിട്ടുണ്ട്. 2025 മാത്രം അവർ 2.5 കോടി കിലോ പ്ലാസ്റ്റിക് നീക്കം ചെയ്തു. ഇപ്പോൾ 9 രാജ്യങ്ങളിലായി 20ലധികം ഇന്റർസെപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 2040ഓടെ കടലിലെ 90% പ്ലാസ്റ്റിക്കും നീക്കം ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള ഇന്നോവേഷനുകൾ നമ്മുടെ രാജ്യത്തും നടപ്പാക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വോൾഫ് ആപ്പിന് ഇപ്പോൾ തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.